എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദിയും സ്തുതിയും. എൻ്റെ പേര് റോസ്ലി ജോർജ്. ഞാൻ തൃശ്ശൂർ കൊരട്ടി ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പള്ളി സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് കൊരട്ടി. ഇത് എൻ്റെ മകള്, ഇത് മകളുടെ കുഞ്ഞ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ഓഗസ്റ്റ് മാസത്തിലാണ്. ഉടമ്പടിയെപ്പറ്റി, കൃപാസന മാതാവിനെ പറ്റി അറിയാനിടയായത് എൻ്റെ മരുമകളുടെ വീട് ചേർത്തലയിലാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, അവിടെ വരുമ്പോഴൊക്കെ ഞങ്ങളിവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, അച്ഛൻ്റെ ടോക്ക് കേൾക്കും. ഇവിടെ വന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടായ അനുഗ്രഹങ്ങളായി പലതും ഞങ്ങൾക്കറിയാൻ സാധിച്ചു. അപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം, എൻ്റെ ഈ മകൾക്ക് വിവാഹം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അത് വല്ലാത്തൊരു വേദന. കൃപാസന മാതാവ് അത് നടത്തിത്തരുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അടുത്ത വർഷം 2024 ജനുവരിയിൽ മകളും വന്ന് ഉടമ്പടി എടുത്തു. അടുത്ത മാസം മകൾ പ്രഗ്നൻ്റായി. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ അബോർഷനായിപ്പോയി. അന്ന് അവൾ കരഞ്ഞ് പറയും, മാതാവിൻ്റെ ലോക്കറ്റ് അമ്മയുടെ വയറിൽ വെച്ച് അമ്മ പ്രാർത്ഥിക്കണം എനിക്ക്. അവൾക്കതൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാനെന്നും പ്രാർത്ഥനയ്ക്ക് മാതാവിൻ്റെ കാശരൂപം എൻ്റെ വയറിൽ വെച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ സങ്കടം ഞങ്ങൾ നല്ലോണം അറിഞ്ഞതാണ്. ഇന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കൃപാസന മാതാവിനോട് പറയും, അമ്മേ ഞങ്ങളുടെ കാര്യം, ഇതുപോലെ മക്കളില്ലാത്തവരുടെ കാര്യങ്ങളും അമ്മ ഏറ്റെടുക്കണം. പരിപൂർണ വിശ്വാസമായിരുന്നു എന്തെങ്കിലും മകൾക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ടിരുന്നു. എല്ലാ മാസവും പത്രം വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഇരിക്കെ മകൾക്ക് അതിനു മുമ്പ് പല ഡോക്ടേഴ്സിനെയും കണ്ടിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. വീണ്ടും 2025 ഫെബ്രുവരിയിലാണ് മകൾ 2ാമത് ഗർഭിണിയാകുന്നത്. പക്ഷേ ഞങ്ങളത് അപ്പോൾ അറിഞ്ഞില്ല. അവൾക്ക് PCODയുടെ പ്രശ്നമുണ്ടായിരുന്നു. ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് 4 മാസം ആകാറായപ്പോൾ മകൾക്ക് വയറിലൊരു വേദനയും വിഷമങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോഴും എനിക്ക് പ്രയാസമുള്ള ഡോക്ടറെ കാണിക്കാൻ. എന്താണാവോ എൻ്റെ മോൾക്ക് പറ്റിയത്? ഞാൻ പറയും, മാതാവേ ഒരു കുഴപ്പം വരുത്തല്ലേ. അങ്ങനെ ഞങ്ങൾ ഫിസിഷ്യനെ കാണാനാണ് പോയത്. ഫിസിഷ്യൻ ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് എന്തോ സംശയം തോന്നി, സ്കാനിങ്ങിന് വിട്ടു. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത ഡോക്ടർ അപ്പോൾ തന്നെ പറഞ്ഞു, ഇത് പ്രഗ്നൻസി ആണല്ലോ, പ്രഗ്നൻ്റ് ആണോ എന്ന് മോളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, അല്ല, അവൾക്കറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അപ്പം തന്നെ ആ ഡോക്ടർ ഫിസിഷ്യനെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ വേഗം തന്നെ ഗൈനക്കോളജിസ്റ്റിനെ അപ്പം തന്നെ കാണാൻ പറഞ്ഞു. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായി, പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഉടനെ തന്നെ മകളോട് പറഞ്ഞു, മോളെ മാതാവിൻ്റെ അനുഗ്രഹം നീ സാക്ഷ്യം പറയണമെന്ന്. ഡോക്ടർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ മാതാവ് അപ്പം തന്നെ മോളോട് പറഞ്ഞു, ഞങ്ങൾ സാക്ഷ്യം പറയും, ഞങ്ങൾ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനക്കാരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പം കൂടാതെ 2025 ഫെബ്രുവരി മാസത്തിൽ ഒക്ടോബർ 21-ാം തീയതി മാതാവിൻ്റെ മാസം തന്നെ എൻ്റെ മകൾക്ക് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചു. ആ കുഞ്ഞാണ് ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകള്. കുഞ്ഞിനിപ്പോൾ 5 മാസം പ്രായമായി. ഇതുകൂടാതെ ഒത്തിരി സങ്കടങ്ങൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയോട്, കൃപാസന മാതാവിനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ സങ്കടങ്ങളും മാതാവിനെ ഏൽപ്പിക്കും. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു 2
ആയിട്ട് അതൊക്കെ ഈ വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറിക്കിട്ടി. എന്തുണ്ടെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. എവിടെ പോയാലും മാതാവിൻ്റെ കാശുരൂപം കൂടെ ഉണ്ടായിരിക്കും. അതൊരു ധൈര്യമാണ്. ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഡെലിവറിയുടെ സമയത്ത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. മകളെ സിസേറിയൻ വേണമെന്ന് പറഞ്ഞു, നോർമൽ ഡെലിവറി നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ രൂപം മകളുടെ വയറിൽ വെച്ച് പ്രാർത്ഥിച്ചു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു കുഴപ്പം കൂടാണ്ട് സിസേറിയൻ നടന്ന് കുഞ്ഞിന് യാതൊരു കുഴപ്പം കൂടാണ്ട് ഞങ്ങൾക്ക് തന്നു. എനിക്ക് എൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ മാറിക്കിട്ടി. ഞങ്ങൾ എന്ത് കുഞ്ഞിന് വല്ല പ്രയാസം വന്നാലും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, നീ വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിന് തൈലം പുരട്ടി കൊടുക്കണം. വേഗം ഞങ്ങൾ അങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കും, കുഞ്ഞിന് സൗഖ്യം കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മാതാവ് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഓരോരുത്തരുടെ സങ്കടങ്ങൾ മാതാവിന് നല്ലോണം അറിയാം. മാതാവ് എല്ലാവർക്കും അനുഗ്രഹം തരും എന്നാണ് എൻ്റെ വിശ്വാസം. അത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, പിന്നീട് ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് അത് നടന്നു കിട്ടുക എന്ന് ഞങ്ങൾക്ക് അനുഭവമായി, ഞങ്ങൾക്ക് വിശ്വാസമായി. അത്രയും കാലം മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ വേദനിച്ചിരുന്നു. അസൂയയില്ലെങ്കിലും എൻ്റെ മോൾക്ക് കുഞ്ഞില്ലാത്ത അവളുടെ സങ്കടം എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ ഞാൻ എല്ലാ കുഞ്ഞുമക്കളില്ലാത്ത ദമ്പതിമാർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുണ്ടാകുന്ന കേൾക്കുമ്പോൾ വലിയ സന്തോഷം. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് പത്രം എല്ലാ മാസവും വാങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നെ ഡയാലിസിസ് പേഷ്യൻസിനെ കണ്ടെത്തി അവർക്ക് പൈസ കൊടുക്കും, സാമ്പത്തിക ക്ലേശമുള്ളവർക്ക്. പിന്നെ ആഴ്ച തോറും ഞങ്ങളുടെ ഇടവകയിൽ തന്നെ 3-4 പേർക്ക് നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി പൊതിച്ചോറായിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഒരു ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ, മാതാവിൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഹിന്ദു സ്ത്രീയാണ് വന്ന് സഹായം ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇനി ആർക്കാണ് സഹായം ചെയ്യേണ്ടത്, ഏറ്റവും ആവശ്യമുള്ള ഒരാളെ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ മകൾക്ക് BSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷ ഫീസ് അടയ്ക്കണം, പഠിക്കണം. അങ്ങനെ ഞങ്ങൾ കുറേ നാൾ അവർക്ക് സാമ്പത്തിക സഹായം. അപ്പോൾ എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ ഞങ്ങൾ ആ കുട്ടിക്ക് പഠിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്തു. പിന്നെ എല്ലാ കൊല്ലവും ഞങ്ങൾ അടുത്തുള്ള അനാഥാലയത്തിൽ വികലാംഗരായിട്ടുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന അനാഥാലയത്തിൽ പോയി സഹായം ചെയ്യാറുണ്ട്. പറ്റാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് നല്ല വാക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കാറുണ്ട്. നിരാശയിൽ മുഴുകാതെ മാതാവ് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടുമെന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം എന്നും കുർബാനയ്ക്ക് പോകാറുണ്ട് ഞങ്ങൾ. പിന്നെ 2 ആഴ്ച തോറും കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. പിന്നെ പത്രം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ ധ്യാനം, അച്ഛൻ്റെ ധ്യാനം ആഴ്ച തോറുള്ളത് കൂടാറുണ്ട്. അനുഗ്രഹ പ്രാർത്ഥന ഡെയിലി കൂടാറുണ്ട്. ഉടമ്പടി പ്രാർത്ഥനകൾ രാവിലെയും വൈകിട്ടും അത് പ്രാർത്ഥിക്കും. വിശുദ്ധ തൈലം കയ്യിലെടുത്ത് അത് കുടുംബത്തിലെല്ലാവരുടെയും നെറ്റിയിൽ പുരട്ടി നമ്മുടെ വേദനയുള്ള ഭാഗത്ത് പുരട്ടി പ്രാർത്ഥിക്കും. മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും ആ പ്രാർത്ഥനയുടെ സമയത്ത് മുഴുവനും. ഇങ്ങനെ ഒത്തിരി ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഇത് തന്നിരിക്കുന്നത്. മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിരിക്കുന്നത്. കൃപാസന മാതാവിന് ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ഇനിയും എനിക്ക് ആയുസ്സും ആരോഗ്യമുള്ള കാലത്തോളം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് നല്ല ജീവിതം ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇവിടെ വരാനും
ഒറ്റയ്ക്ക് വരാൻ ഇത്തിരി ശാരീരിക പ്രോബ്ലം എനിക്കുണ്ട്. എൻ്റെ ഭർത്താവ് ഈ കാര്യത്തിനും വളരെ വിശ്വാസമുള്ള വ്യക്തിയാണ്. എൻ്റെ വിഷമമുണ്ട ഒത്തിരി ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പറയും, എന്തിനെ വിഷമിക്കണേ, കൃപാസന മാതാവ് നമുക്കത് സാധിച്ചു തരും, ഒരിക്കലും നമ്മളെ കൈവെടിയില്ല എന്ന് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരാളുടെ ദുഃഖം കാണുമ്പോൾ ആൾ പറയും. അങ്ങനെ എല്ലാ പ്രാവശ്യവും ഹസ്ബൻഡും എന്നെ കൊണ്ടുവന്ന് ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് ഈ മകൾ പ്രസവിച്ച് കിടക്കുമ്പോൾ എനിക്കും ഹസ്ബൻഡിനും എപ്പോഴും വരാൻ സാധിക്കാറില്ല. ഇപ്പോൾ കുഞ്ഞിന് 5 മാസമായി. അപ്പം ഞങ്ങൾ ഇത്രയും ദീർഘയാത്ര ഞങ്ങൾ ചെയ്യുന്നത് കുഞ്ഞിന് അല്പ അസ്വസ്ഥതയുണ്ട്. എങ്കിലും മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവരണം, ഈ നടയിൽ കിടത്തി പ്രാർത്ഥിക്കണം എന്ന് വലിയ ആഗ്രഹമാണ് മോൾക്ക്. അത് സാധിച്ചു തന്ന ഒത്തിരി നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി നന്ദി നന്ദി. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 66-ാം അധ്യായം 9-ാം വചനമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പാതി വഴിയിൽ വിടില്ല എന്നാണ് വചനം പറയുന്നത്. ഈ വചനത്തില് ദൈവത്തിന്റെ നിശ്ചയവും വിശ്വസ്തതയുമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ഒരു കാര്യത്തിന് തുടക്കമിട്ടാൽ അത് പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ഒരു അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്നത്, നമ്മെ കൈപിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ് നമ്മുടെ ഓരോ കാര്യവും ദൈവം ഏറ്റെടുത്ത് നടത്തുന്നത്. ഒരുപക്ഷെ അനുഗ്രഹങ്ങൾ താമസിക്കാം, പരീക്ഷണങ്ങൾ വരാം, കാത്തിരിപ്പുണ്ടാകാം. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്ത മക്കളെ ഒരിക്കലും അധൂരമാക്കി വിടാറില്ല. ദൈവം ആരംഭിച്ച കാര്യം ദൈവം പൂർത്തിയാക്കി തരുന്നതാണ് ഓരോ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ ഉത്തരം കിട്ടാത്ത പോലെ തോന്നാം, ഒരുപക്ഷെ ചിലപ്പോൾ പാതി വഴിയിൽ നിർത്തുന്ന പോലെ തോന്നാം. ദൈവമേ, അങ്ങ് തുടങ്ങി തന്നു, അങ്ങ് എവിടെയാണ് എന്നുള്ള ചോദ്യം ഉയരാം നമ്മുടെ മനസ്സിൽ. പക്ഷെങ്കിൽ വചനം പറയുന്നത് ഞാൻ തുടങ്ങിയ കാര്യം ഞാൻ പൂർത്തിയാക്കുമെന്നാണ്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിലും സഹോദരി പറഞ്ഞ സാക്ഷ്യത്തിലും റോസ്ലി ജോർജിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം കൂടെയുണ്ട്, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ജോലിക്കായിട്ടും പല കാര്യങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കും. ഉടമ്പടിയിൽ ജോലിക്ക് പ്രാർത്ഥിക്കുമ്പോൾ വൈകിയാലും ദൈവം ഒരു വഴി തുറന്നു കാണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. രോഗത്തിനായി സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ സ്പർശിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കുടുംബ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ കുട്ടികളില്ലായ്മയ്ക്കാം, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയായിരിക്കാം, ദൈവം ഒരു പരിഹാരം കാണിച്ചു തരുമെന്ന് വിശ്വസിക്കാം. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ള വ്യത്യാസം. നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഉടമ്പടി മക്കൾക്ക് ഏറ്റവും വിശ്വസിക്കാനാവുന്ന ഒരു കാര്യം. ആ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. റോസ്ലി ജോർജിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിൽ, പ്രത്യേകിച്ചും ഈ കുഞ്ഞു വാവയെ നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും മഹത്വപ്പെടുത്തി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.